തുടങ്ങുകയാണ്. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ കുറേ ദിവസങ്ങളായി നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ വഖഫ് ബോർഡ്. വഖഫ് തന്നെ അതാണ് പറഞ്ഞു വരുന്നത്. സംസുദ്ദീൻ ഹായ്. അപ്പോ വഖഫ് ബോർഡ് എന്താണ്? ഈ നാട്ടിലെ കൊള്ളയടി സംഘമാണ്. അതായത് നിയമാനുസൃതമുള്ള കൊള്ളയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അവരെന്ത് പറയുമ്പോഴും പറയും ഞങ്ങൾ ഭരണഘടന അനുസൃതമായിട്ടാണ് ഞങ്ങൾ ഈ കൊള്ളയടി നടത്തുന്നത്. അതെ, ഞാൻ രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷണം, സുരക്ഷിതത്വം നമ്മൾ ആരെയായിരുന്നു ഇതുവരെ ഏൽപ്പിച്ചിരുന്നത്? ആരായിരുന്നു ഇതുവരെ ജനാധിപത്യത്തിന്റെ സംരക്ഷകരായി അരങ്ങുവാണത്? ഇപ്പോഴെങ്ങനെയുണ്ട്? അവരിത്രയും കാലവും ജനാധിപത്യത്തെ മണ്ണിട്ട് മൂടുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ മോദി സർക്കാർ വേണ്ടി വന്നു അല്ലേ? അതെ, നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണപരിഷ്കാരം വേണ്ടി വന്നു. ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മളൊന്നറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാക്കുന്ന, ജനാധിപത്യം മരിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വാർത്തയാണ് ഇന്ന് സംഭവിച്ചത്. ഇവിടെ ജനാധിപത്യമല്ല മതമാണ് ഭരിക്കുന്നത് എന്ന് നമുക്കൊരു വേള തോന്നിപ്പോയി. മുഹമ്മദ് മുഫീദെ വെള്ളപൂശുവാണ് എന്ന് തോന്നുന്നെങ്കിൽ മോൻ അങ്ങോട്ട് മാറി നിന്ന് ഒന്ന് മൂങ്ങിക്കാറി കരഞ്ഞോ. നെഞ്ചിൽ ഇടിച്ചു തരാൻ വേറെ ആരെങ്കിലും കൂടി ഒന്ന് വിളിച്ചോ. കാരണം രണ്ടും ചിലപ്പോൾ നിനക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അങ്ങനെ ശ്രമിക്കുന്നതാണ് നല്ലത്, കേട്ടോ. പ്രജീഷെ, അമ്മ വെടിയാണോ? നിന്റെ രീതി കണ്ടാൽ തന്നെ അറിയാം കേട്ടോ, വെടിയുടെ മോനാണെന്ന്. ഇത് അമ്മയ്ക്കറിയാമോ? അത് അമ്മ പറഞ്ഞ അറിവാണോ അതോ അച്ഛൻ പറഞ്ഞതാണോ? ആരാ പറഞ്ഞു നിന്നോട്? റെനി ബി കോയാസ്, നന്നായിട്ടൊന്ന് നോക്കിക്കോട്ടെ, ഒന്ന് നോക്കി വെച്ചോ. അപ്പൊ ഇനിയെല്ലാം മറ്റേ നമ്മുടെ സുഹൃത്തുക്കൾ വരുന്നത് വരെ റെനി ഏറ്റെടുത്തിരിക്കുന്നു. നോക്ക്, ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത വഖഫ് നിയമം ഉണ്ടാക്കിയത് ആരാ? ഈ മുറിയന്മാരെ സഹായിക്കുക, ഈ രാജ്യം മതത്തിന്റെ കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉള്ളിൽ ഇസ്ലാം മതവിശ്വാസത്തെ കാത്തു സൂക്ഷിച്ച, മുസ്ലിമിന്റെ രക്തം സിരകളിലൂടെ ഓടുന്ന നെഹ്റുവാണ് വഖഫ് നിയമം ഉണ്ടാക്കി കൊടുത്തില്ലേ? അതെ, പാകിസ്ഥാൻ പോലും പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്ത ആളുകളുടെ ഭൂമി പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്തപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? വഖഫ് ബോർഡിന് കൊടുത്തു. ഇനിയും ആരും അത്ര വലിയ പുണ്യാളന്മാരൊന്നും ആകാനില്ല ഈ വിഷയത്തില്. വഖഫ് നിയമം കോടതികളിൽ പോലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ നിയമം കൊണ്ടുവന്നതാരാ? നരസിംഹറാവു. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കണ്ടേ? അവർക്കല്ലേ വോട്ട് ബാങ്ക് ഉള്ളത്. അവരെ സഹിക്കാതെ ഇവിടെ നമുക്ക് നിലനിൽപ്പില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത രണ്ട് ഭരണാധികാരികൾ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് രൂപത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായാലും, പരാതികൾ ഉണ്ടായാലും, പരിഭവങ്ങൾ ഉണ്ടായാലും, ഏത് വിഷയത്തെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉണ്ടായാലും ശരി, നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠങ്ങളെയാണ് സമീപിക്കുക. ഇവിടെ വഖഫിനെ സംബന്ധിച്ച് അങ്ങനെ ആർക്കെങ്കിലും അവരുടെ സമ്പത്തിനെ സംബന്ധിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ പോലും അവർ സമീപിക്കേണ്ടത് കോടതിയെ അല്ല എന്ന രൂപത്തിൽ ഒരു അലിഖിത നിയമം ഉണ്ടാക്കി കൊടുത്തു. ലോകത്തെങ്ങും കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്ത ഒരു നിയമം ഉണ്ടാക്കി കൊടുക്കുകയാണ് നരസിംഹറാവു ജവഹർലാൽ നെഹ്റുവും കൂടി ചെയ്തത്. കാരണം നമുക്കിനി ഒരിക്കലും എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ കോടതിയല്ല സമീപിക്കേണ്ടത്, വഖഫ് ബോർഡിനെയാണ്. ആ നിയമമാണ്
നരസിംഹറാവു ഉണ്ടാക്കി കൊടുത്ത് സഹായിച്ചത്. മുഹമ്മദ് മുഫീദേ, മോദി ടെമ്പിൾ ഉണ്ടാക്കുന്ന തിരക്കിലാണോ അതോ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമപ്രകാരം എഴുതിയ വഖഫ് ബോർഡിനെ കീറി ചവറ്റുകുട്ടയിൽ എറിഞ്ഞ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന തിരക്കിലാണോ എന്ന് ഇന്നറിയാം. ഇന്ന് ആ വാർത്തയുമായിട്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് വഖഫ് ബോർഡ് എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ ഞാൻ ബാധ്യസ്ഥയാണല്ലോ. അതുകൊണ്ടാണ് ഞാനത് പറയാമെന്ന് വിചാരിച്ചത്. ഇനി വഖഫ് ബോർഡിന് ആരുടെ സ്വത്തിലും അവകാശം ഉന്നയിക്കാം. ഒരു ക്ലെയിം ചെയ്യാൻ ഒരു റൂളും വേണ്ട, ഒരു എവിഡൻസും വേണ്ട. ആ രൂപത്തിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്തു കൊടുത്ത ആളാരാ? സോണിയാഗാന്ധി, UPA ചെയർപേഴ്സൺ. ഭേദഗതി ചെയ്തു കൊടുക്കുക ഈ രാജ്യത്തിന്റെ അടിവേരുമാന്താൻ. അല്ല, സിജോ കുനിനിയിൽ പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ. ഞാൻ പറയണത് കേൾക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭക്ഷണം വാരി വലിച്ച് തിന്നിട്ട് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്, അറിയില്ല. അത് ഉപയോഗപ്പെടുത്തിയിട്ട് ഇറങ്ങിപ്പോയിക്കോന്നേ. കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ട്, അവര് കേട്ടാ മതി. അപ്പോ നെഹ്റു വഖഫ് ഉണ്ടാക്കി, കോടതിക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നൊരു റൂൾ ഉണ്ടാക്കി നരസിംഹറാവു കൊടുത്തു. ഏത് ഭൂമിയും വഖഫിന് എടുക്കാം. UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധി ശരിയാക്കി കൊടുത്തു. മുനമ്പത്തിനുമേലെ അവകാശവാദം ഉന്നയിച്ച സ്റ്റേറ്റ് വഖഫ് ബോർഡ് അംഗങ്ങളെ നിയമിച്ച മുഖ്യമന്ത്രി ആരാ? ഉമ്മൻചാണ്ടി. എവിടെയൊക്കെയാണ് ഇതിന്റെ വേരുകൾ കിടക്കുന്നതെന്ന് മനസ്സിലായോ? അതെ, ഈ കാപാലിക കൂട്ടങ്ങളെ ഈ രാജ്യത്തിന്റെ താക്കോലേൽപ്പിക്കുകയാണ്, കള്ളനെ താക്കോലേൽപ്പിക്കുന്നത് പോലെ. ഇനി തീർന്നില്ല. ആരുടെ സ്വത്തും ക്ലെയിം ചെയ്യാൻ, തട്ടിയെടുക്കാൻ കഴിയുന്ന വഖഫ് നിയമത്തിനെതിരെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പ്ലാൻ ഇട്ട ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയത്തിന് നിർദ്ദേശം കൊടുത്ത പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. രാജ്യം തോണ്ടാനുള്ള മൺവെട്ടി കൊടുത്തത് ആരാണെന്ന് കണ്ടോ? ആരുടെ സ്വത്തും കൊള്ളയടിക്കാം. അതിനെതിരെ ഒരു പ്രമേയം കൊണ്ടുവരുവാണ് BJP സർക്കാർ. അതിനെതിരെ ഒരു നിർദ്ദേശം കൊണ്ടുവരുവാണ് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ഇനിയും നമ്മൾ ഇന്നറിയേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താ? മതം പറഞ്ഞ് ഒരു കാലത്ത് രാജ്യം തന്നെ വെട്ടിമുറിച്ച് കീറി അവകാശം വരെ നെഞ്ചിലിടിച്ച് നിലവിളിച്ചു വാങ്ങിച്ചു പോയ ആളുകൾക്ക് ഈ മതേതര രാജ്യത്ത് മതേതര വിശ്വാസികൾ അധ്വാനിച്ചുണ്ടാക്കിയ, അവരുടെ പൂർവികർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് തട്ടിയെടുക്കാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി ഉണ്ടാക്കി വെച്ച ഈ നിയമങ്ങൾ, ഈ ഭേദഗതി നിയമങ്ങൾ വലിച്ചു കീറി ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞിട്ട് ജനാധിപത്യ വിശ്വാസികൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ കോടതികളും നിയമവും ഭരണഘടനയും അനുശാസിക്കുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള നിയമ ഭേദഗതി ആവിഷ്കരിക്കുകയും വഖഫ് നിയമത്തെ റദ്ദു ചെയ്തേ ഞാൻ അടങ്ങൂ എന്നും പറയുന്ന ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് വായിച്ചു നോക്കിക്കേ. നെഹ്റു, നരസിംഹറാവു, സോണിയാഗാന്ധി, VD സതീശൻ, ഉമ്മൻചാണ്ടി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മൾ ആരോടൊപ്പം നിൽക്കണം? നമ്മുടെ രാജ്യത്തിന്റെ
അടിത്തറ മാന്തിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന്റെ മതേതരത്വവും ബഹുസ്വരതയും ജനാധിപത്യവും തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മതവിഭാഗങ്ങൾ ഓരോരുത്തരുടെ വീതം സമ്പത്ത് കൊള്ളയടിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ നിയമം കൊണ്ടുവന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. പാലക്കാട് BJP ജയിച്ചിരിക്കും. കാരണം എന്താണെന്നറിയാമോ? പാലക്കാട് മുസ്ലിങ്ങൾ മുഴുവനും ഏതാണ്ട് BJPയുടെ പിന്നിലായി കഴിഞ്ഞു. ഇന്ന് ഞാന് മറുനാടനിലെ പീയൂഷ് ചെയ്ത ഒരു വീഡിയോ കാണാനിടയായി. വളരെ രസകരമായ ഒരു വീഡിയോ എന്ന് പറയാതെ വയ്യ. കാരണം ഇത് മനുഷ്യന് ചിന്തിക്കാനുള്ള സമയമാണ്. ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. ആരിഫെ ഒലത്തുമോ അതോ എന്ത് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് കാണാം. പാലക്കാട് കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. എന്തിനാ നിങ്ങൾ ഇത്രയും വെപ്രാളം പിടിക്കുന്നത്? കാണാമല്ലോ. കാക്കാമാർ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അവർക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന സംഗതിയാണ് നമ്മൾ ഈ പറയുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും അവർക്ക് എതിർപ്പുകൾ ഉണ്ടാകും. അവർക്ക് നമ്മൾ പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല, സ്വാഭാവികമാണ്. പക്ഷേ ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന വിഷയത്തോടുകൂടി BJP ആരോടൊപ്പമാണ്? നരേന്ദ്രമോദി എന്തിനു വേണ്ടിയാണ് നിയമങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ രാജ്യത്തിന്റെ സമാധാനം ആരുടെ കരങ്ങളിലാണ്? കൃത്യമായി നമുക്കറിയാൻ കഴിയുന്നു. ഒരു പള്ളിയിലെ അധ്യാപകനായ മുസ്ലിയാരായ അബ്ദുൽ മജീദ് ഉസ്താദ് അദ്ദേഹത്തിന്റെ അനുഭവം തുറന്നു പറയുകയും BJP ആയതിന്റെ പേരിൽ ഒരുപാട് കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടും ഉറപ്പോടുകൂടി BJPയുടെ കൊടി മുറുകെ പിടിച്ചു പറയുന്നു, നരേന്ദ്രമോദി മിടുക്കനായ രാജ്യസ്നേഹിയായ പ്രധാനമന്ത്രിയാണെന്ന്. കേട്ടോ. കോഴിക്കോട് നിന്നും മജീദ് ഉസ്മാൻ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഇലക്ഷനെ നോക്കി കാണുന്നത്? ഇലക്ഷൻ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും, യാതൊരു സംശയമില്ല, ഉറപ്പാണ്. ശ്രീധരൻ പിള്ള ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതിന്റെ എത്രയോ മടങ്ങിലും വിജയിക്കുന്നുള്ള യാതൊരു സംശയമില്ല. ഇവിടുത്തെ പാലക്കാട് ജനങ്ങൾക്ക് ബോധമായി, മുഴുവൻ ജനങ്ങൾക്കും. താങ്കൾ എത്ര വർഷമാണ് ഈ പാർട്ടികളുടെ BJP? 5 കൊല്ലം. ഇസ്ലാം മത വിശ്വാസിയാണോ? ഇസ്ലാം മത വിശ്വാസിയാണോ? ഇല്ലാണ്ടെന്താ? എന്റെ തൊപ്പി കാടി കാണുന്നില്ലേ? ഞാൻ ഇസ്ലാം മത ഉസ്താദാണ്. അബ്ദുൽ മജീദ് ഉസ്താദ് പടകര. അപ്പം നിങ്ങളുടെ നാട്ടിൽ എത്രത്തോളം ആളുകൾ ഇങ്ങനെ BJP-യിലുണ്ട്? BJP ഇഷ്ടം പോലെ ആണ്. പക്ഷെ അത് അവര് പുറത്തു വരുന്നില്ല, അത്രേ ഉള്ളൂ. മലപ്പുറം ഇഷ്ടം പോലെ ഉണ്ട്. സുൽഫത്തിന്റെ പോലത്തെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് BJP. ഇപ്പൊ പ്രധാനമന്ത്രിന്റെ ഇത് എല്ലാം കൊണ്ടും സത്യസന്ധമായ ഭരണം കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു മുസ്ലിങ്ങൾ വരെ. ഇനി മുസ്ലിങ്ങൾ ഈ പാർട്ടിയിലേക്ക് ചേക്കേറി വരും, യാതൊരു സംശയമില്ല. ഇല്ല. എന്താണ് ഈ പ്രധാനമന്ത്രി ഇഷ്ടപ്പെടാനുള്ള കാരണം? ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാല് ജനങ്ങളുടെ ഇടയിൽ അവർ വിരൽത്തുമ്പുകളിൽ എല്ലാ ആനുകൂല്യങ്ങളും എത്തുന്നുണ്ട്. അതുപോലെ 70 വയസ്സുള്ളവർക്ക് ഇവിടെ ജനൌഷധിന്റെ മറ്റേ ആരോഗ്യ ഇൻഷുറൻസ്, അങ്ങനെ പല ഇതും ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. പിന്നെ ഈ കൃഷിന്റെ 6000 രൂപ ഒരുപാട് ആളെല്ലാം വാങ്ങുന്നുണ്ട്. ഇതൊന്നും നിർത്തലാക്കിയിട്ടില്ല. ഇതൊന്നും നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നില്ല. എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും നേരത്തെ ഒന്നും കിട്ടിയിരുന്നില്ലേ? കിട്ടിയിരുന്നു. നേരത്തെ എല്ലാം കിട്ടിയില്ല. BJP സർക്കാർ വന്നതാണ് ജനങ്ങളെല്ലാം എത്തിക്കുന്നത്, എല്ലാം കിട്ടുന്നത്, എല്ലാ സംഗതി എല്ലാം. പിന്നെ അജിന്റെ പെണ്ണുങ്ങൾക്ക് ഒറ്റക്ക് പോകാം. പിന്നെ ഓൺലൈനിൽ പിന്നെ ഉംറ വിസ ശരിയാക്കി. പിന്നെ 60 വയസ്സിന് ശേഷമുള്ളവർക്ക് ഫ്രീ ആയിട്ട് പോവാം. പിന്നെ അജ് നിർത്തലാക്കി. ആർക്കും അജ് എല്ലാം ലൈനില് ഒരാൾക്ക് 50 നടത്താൻ കഴിയാത്ത വിധത്തിലാണ് പ്രധാനമന്ത്രി ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഇസ്ലാം മത വിശ്വാസിയാണ്. അപ്പോൾ BJP-കാരനാകുമ്പോൾ സ്വന്തം സമുദായത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിൽ അടിക്കൊണ്ടിട്ടുണ്ട്, അതിൽ ഒളിവിൽ പോയിട്ടുണ്ട്. അങ്ങനെ പലതും ഈ തൊപ്പി ചിലപ്പോ മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ പാർട്ടിയിൽ വന്ന് പീഡനം സംഭവിച്ചതാ പാർട്ടിക്ക് വേണ്ടിയിട്ട്. നേരത്തെ ഏത് പാർട്ടിയിലായിരുന്നു? നേരത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ CPM-ന്റെയും കോൺഗ്രസിലെ കബ്ദോട് കൊണ്ടിന്റെ അതിലേക്ക് പോയതാ. പക്ഷെ അവരെ ഭരണം ശരിയല്ല, എല്ലാം തട്ടിപ്പോരണം. അതുകൊണ്ട് ഇപ്പൊ BJP-യിൽ പ്രവർത്തിക്കുകയാണോ? BJP-ക്ക് ജീവൻ കൊടുക്കാൻ തയ്യാറാ, യാതൊരു സംശയമില്ല. സന്ദീപ് വാര്യർ ശരിക്കുള്ള ഇവിടെ പൊട്ടിക്കും. ഒരു ചുക്കും ഇവിടെ നടക്കൂല. സന്ദീപ് വാര്യർ ഒരു സംഗതി ഇവിടെ നടക്കൂല പാലക്കാട്. ഈ ഇലക്ഷനോടുകൂടി അയാൾ മൂലക്കിരിക്കേണ്ട അവസ്ഥ വരും തീർച്ചയായിട്ടും.
യാതൊരു സംശയം ജനങ്ങള് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. വഖഫ് ബോർഡ് എന്താണ് എന്ന് കുറേയായി നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുവല്ലേ, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുവല്ലേ. നമ്മൾ ഒരുപാടായി ഈ വഖഫ് ബോർഡ് ഈ രാജ്യത്തോട് ചെയ്യുന്ന അനീതിയെ സംബന്ധിച്ച് വിളിച്ചു പറയുന്നു. ഒരു പക്ഷേ അധികം മുഖ്യധാര മാധ്യമങ്ങളും മനഃപൂർവം മുക്കിയതായിട്ടുള്ള ചില വാർത്തകൾ നമ്മൾ കണ്ടതാണ്. വഖഫ് ഓരോ വിശ്വാസികളും അള്ളാഹുവിന് വേണ്ടി ചെയ്തു കൊടുത്തതാണല്ലോ. പിന്നീട് എങ്ങനെയാണ് ഈ വഖഫ് ബോർഡിന്റെ അധികാരികൾക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കാൻ കഴിയുന്നത്? അപ്പോഴും ഇത് കഷ്ടപ്പെട്ട് വാങ്ങിയവർക്ക് ഇതൊന്നും വേണ്ടേ? ഇത് കൊണ്ടുപോയവർ സുഖസുന്ദരമായി അത് വെച്ച് അനുഭവിക്കുന്നു. അതുകൊണ്ട് അവർക്കൊരു മുട്ടൻ പണി കൊടുക്കണമല്ലോ എന്ന് നരേന്ദ്രമോദിയും അങ്ങ് തീരുമാനിച്ചു. കാരണം നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാനിറങ്ങിയ വഖഫ് ബോർഡിന് ഒരു പണി കൊടുത്തിട്ടില്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ ആ ഒരു കസേരയിൽ ഇരിക്കുന്നത് നരേന്ദ്രമോദിക്ക് തന്നെ ഒരു നാണക്കേട് പോലെ തോന്നി. നിലവിലെ വഖഫ് നിയമം ഇല്ലാതാകുന്നു. വഖഫിന്റെ നിലവിലെ നിയമത്തിനിയും ആയുസ് വെറും മണിക്കൂറുകൾ മാത്രം. പാർലമെന്റിൽ നിയമമാക്കാൻ ബില്ലെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലും കേരളത്തിലും മുഴുവനും ഏറെ ചർച്ച ചെയ്യപ്പെട്ട വഖഫ് ബോർഡ് നിയമമാകാൻ പോകുന്നു മണിക്കൂറുകൾക്കുള്ളിൽ. ഇനി വഖഫ് ബോർഡിന് വേണ്ടി ഘോരഘോരം സംസാരിച്ച പുലിയാർ കാസിമിയൊക്കെ ICUവിൽ കയറുമല്ലോ. പാർലമെന്റിന്റെ വരാൻ പോകുന്ന സമ്മേളനത്തിന്റെ അജണ്ടയിൽ ഇത് ഉൾപ്പെടുത്തിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ജോയിന്റ് കമ്മിറ്റി അത് നീട്ടിവെക്കുമെന്നും ഇനിയും കൂടുതൽ അന്വേഷണം വേണമെന്നും ഒക്കെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും നരേന്ദ്രമോദി അതൊന്നും ചെവിക്കൊണ്ടിട്ടില്ല. എന്നാൽ ഇത് സാധ്യമല്ലെന്നും റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് വഖഫ് ഉടൻ പൊളിച്ചെഴുതുമെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. പുതിയ നിയമത്തിൽ ഭൂമി അളക്കാനും തിട്ടപ്പെടുത്താനുമുള്ള ഏക അവകാശം വ്യവസ്ഥാപിതമായ രാജ്യത്ത് റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ്. മറ്റൊന്ന്, പുതിയ നിയമപ്രകാരം ഭൂമി കൊടുക്കാൻ മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സാധിക്കില്ല. പെട്ടെന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് വന്ന കൺവേർട്ടഡ് ആയ ആളുകൾക്കോ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു വന്ന ഒരാൾക്ക് പെട്ടെന്ന് ഭൂമി കൊടുക്കാൻ പറ്റില്ല. കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇസ്ലാമായിട്ട് ഇസ്ലാമിന്റെ ചിട്ടകൾ അനുസരിച്ച് മുസ്ലിമായിട്ട് ജീവിക്കുകയും അള്ളാഹുവിന്റെ പേരിൽ ഇങ്ങനെ ഞാൻ ഭൂമി കൊടുത്താൽ പ്രതിഫലം കിട്ടും എന്ന് വിശ്വസിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റണം. അങ്ങനെ ഒരാൾക്ക് മാത്രമേ അയാളുടെ സ്വത്തുക്കൾ ഇനി വഖഫിലേക്ക് ദാനം ചെയ്യാനോ കൊടുക്കാനോ സാധിക്കൂ. ഇപ്പോ ഏതൊരാൾ ഭൂമി തർക്കവുമായിട്ട് മുന്നോട്ട് പോയാലും ശരി, അതിന്റെ തർക്കത്തിന്റെ അന്തിമ തീരുമാനം കളക്ടറിലേക്ക് ചെല്ലും. റവന്യൂ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് അത് തീരുമാനിക്കേണ്ടത്. ഇപ്പോഴാരാ? വഖഫ് ബോർഡ്. ഈ ജനാധിപത്യ മതേതര രാജ്യത്ത് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും ഒരു പേപ്പർ ബോർഡ് അല്ല. 1923 ബില്ല് പൂർണ്ണമായും റദ്ദു ചെയ്ത് പുതിയ ഭേദഗതി ബില്ല്, ഭേദഗതി അല്ല വേണ്ടത്, പഴയ വഖഫിനെ റദ്ദു ചെയ്ത് താഴിട്ട് പൂട്ടി ആ താക്കോല് കടലിൽ എറിയുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ജനാധിപത്യ ഭരണഘടനയുണ്ട്. ആ ജനാധിപത്യ രൂപത്തിൽ തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഒരു നിയമ സംവിധാനവുമുണ്ട്. അതുക്കും മേലെയാണ് നമ്മുടെ മതനിയമം എന്ന് കരുതുന്നത്. എങ്ങനെയാണ് ഒരു മതേതര വിശ്വാസിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് വഖഫിന്റെ അധികാരം ഏതുവരെയൊക്കെയാണ് ഇവര് കയറിയിരിക്കുന്നത്? വിവാഹ സർട്ടിഫിക്കറ്റ് വരെ ഇതുവരെ നൽകിയിരുന്നത് വഖഫാണ്. വിവാഹ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വഖഫ് ബോർഡിനുള്ള അധികാരം കർണാടക കോടതി മരവിപ്പിച്ചു. മുസ്ലിം അപേക്ഷകർക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് നൽകാൻ കർണാടക സ്റ്റേറ്റ് ബോർഡ് ഓഫ് വഖഫിനെ അനുവദിക്കുന്ന സംസ്ഥാന സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. വഖഫിന് അടിക്കുമേൽ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്തുവാ കാണിച്ചു കൂട്ടിയത്? പാർലമെന്റ്, സുപ്രീം കോടതി, ഹൈക്കോടതി, ഇന്ത്യ മുഴുവനും വഖഫിൻ്റെതാണത്രേ. മനസ്സിലായി, ഇവരെ വിട്ടാൽ ഇവർ ഈ രാജ്യം മുഴുവനും വിഴുങ്ങുമെന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലായി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ 2025 ജനുവരി 7 വരെയാണ് സ്റ്റേ. ചീഫ് ജസ്റ്റിസ് NV അഞ്ചാരിയ
ജസ്റ്റിസ് കെ വി അരവിന്ദ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിവാഹ സർട്ടിഫിക്കറ്റ് തൽക്കാലം നിങ്ങൾ കൊടുക്കേണ്ട മക്കളെ എന്നുള്ള ഉത്തരവ്. പൊതു താല്പര്യ ഹർജി പരിഗണിച്ചപ്പോഴായിരുന്നു കോടതിയുടെ ഇടപെടൽ. വഖഫ് ബോർഡോ വഖഫ് ഓഫീസർമാരോ നൽകുന്ന വിവാഹ സർട്ടിഫിക്കറ്റുകൾ ഔദ്യോഗിക കാര്യങ്ങൾക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ സാധുതയുള്ള രേഖയായി കണക്കാക്കാൻ പ്രയാസമാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചത്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റ് ആലം പാഷയാണ് പൊതു താല്പര്യ ഹർജി നൽകിയത്. ഇതിനെതിരെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് നൽകാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന വിജ്ഞാപനം 2023 ഫെബ്രുവരി 21 സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി ന്യൂനപക്ഷക്ഷേമം വഖഫ് ഹജ്ജ് വകുപ്പ് 2023 ഓഗസ്റ്റ് 30 പുറപ്പെടുവിച്ച അനുബന്ധ വിജ്ഞാപനത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ഹൈക്കോടതിയിലെത്തിയ പുതിയ ഹർജി. വഖഫ് ബോർഡിന്റെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും വഖഫ് നിയമത്തിലെ സെക്ഷൻ 32 പ്രകാരം നിർവചിക്കപ്പെട്ടതാണ്. എന്നാൽ മുസ്ലിം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അധികാരം ഈ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നില്ല എന്ന് കോടതി കണ്ടെത്തി. ഹർജിയിലും അത് ചൂണ്ടിക്കാണിച്ചു. വഖഫ് ബോർഡുകൾ വഴി വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് വഖഫിന്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള കാര്യമാണ് എന്ന് പല ഹൈക്കോടതികളും നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും ഹർജിക്കാരൻ ഓർമ്മിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് വഖഫിന് അനുമതി നൽകുന്ന സർക്കാർ ഉത്തരവ് കർണാടക ഹൈക്കോടതി താൽക്കാലികമായി മരവിപ്പിച്ചത്. കർണാടകയിൽ ആരാ ഭരിക്കുന്നത്? എന്നിട്ടും കർണാടകയ്ക്ക് പോലും വെളിവ് വന്നിരിക്കുന്നു. ഇനിയെങ്കിലും ഇതിനെതിരെ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തെ തന്നെ ഇവർ വിഴുങ്ങും എന്ന യാഥാർത്ഥ്യം കർണാടകയും ഒടുവിൽ ഉൾക്കൊണ്ടു. ആ കർണാടകയെ അളക്കുന്ന അതേ അളവുകോലുകൊണ്ട് നമ്മൾ ആരെങ്കിലും കേരളത്തെ അളക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പരാജിതരായി പോകും. കാരണം വഖഫ് ബോർഡിൽ എന്താണ് ഇവരിപ്പോൾ നടത്തിയിരിക്കുന്ന തിരിമറി എന്ന് നമുക്കറിയുന്ന വസ്തുതയാണ്. ഓരോ വ്യക്തികളും വഖഫിന് ദാനമായി നൽകിയ ഭൂമിയൊക്കെ വഖഫ് ബോർഡിന്റെ അധികാരികൾ വിറ്റുതുലച്ചു. നഷ്ടമാർക്ക? ഇതുമായിട്ട് ബന്ധപ്പെട്ട നഷ്ടമാർക്കാണ്? അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയവർക്ക്. ഇതൊക്കെ ഇവർ വിറ്റു. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന അവകാശവാദം വീണ്ടും തള്ളിയാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് നടത്തിയ ഈ തിരിമറി സർക്കാർ കണ്ടുകിട്ടുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്നാണ് ഇവർ ഇപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നത്. കോഴിക്കോട് ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് തന്നെയാണ് ആ അവകാശവാദം ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ദാനമായി ലഭിച്ച ഭൂമിയാണ് വിൽപ്പന നടത്തിയത് എന്ന് മാനേജ്മെന്റ്, വഖഫ് ട്രൈബ്യൂണൽ വഖഫ് സംരക്ഷണ സമിതിയും. കാരണം അവർക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. 1950 ദാനമായി ലഭിച്ച ഭൂമിയാണ് മുനമ്പത്തേത്. ഇത് ഫറൂഖ് കോളേജ് ആവർത്തിച്ചു പറയുന്നു. ഈ ഭൂമി 2019 വിൽപ്പന നടത്തുന്നു. വഖഫ് ബോർഡ് ഭൂമി ഏറ്റെടുത്തത് ഏകപക്ഷീയമാണെന്നും തങ്ങളുടെ നിലപാട് കേട്ടില്ലെന്നും കോളേജ് അധികൃതർ വ്യക്തമാക്കി. അതിന്റെ ഉത്തരവാദി പാവങ്ങളാണോ? ആണോ? അള്ളാഹുവിന് എന്തിനാ വിറ്റ് നിങ്ങൾ ഇന്ത്യൻ കറൻസി കൊടുത്തത്? ഏത് ആധാരത്തിലാണ് അള്ളാഹുവിന്റെ ഫോട്ടോ ഉള്ളത്? ഏത് പടച്ചോനാണ് നിങ്ങൾ ഈ ഭൂമി വിറ്റുകൊടുത്തത്? ഏത് പടച്ചോനായിരുന്നു പണത്തിന് വളരെ അത്യാവശ്യമായി നിന്നത്? മാനേജ്മെന്റ് പറഞ്ഞിട്ടും കേട്ടില്ല. വഖഫ് ബോർഡ് ഭൂമി വഖഫിന്റേതാണ് എന്ന് വ്യക്തമാക്കി വഖഫ് രജിസ്റ്ററിൽ ചേർത്തു. പണവും വാങ്ങിച്ചു. പാവങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും ചവിട്ടി പുറത്താക്കാമെന്ന് വിചാരിച്ചു. സബ് രജിസ്റ്റർ ഓഫീസിൽ ഇത് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ തീരുമാനങ്ങളെ ചോദ്യം ചെയ്താണ് മാനേജ്മെന്റ് ട്രൈബ്യൂണലിൽ അപ്പീൽ നൽകിയത്. സിദ്ദീഖ് സേട്ടിന്റെ ബന്ധുക്കളും വഖഫ് സംരക്ഷണ സമിതിയും കേസിൽ കക്ഷി ചേരും. കേസ് അടുത്ത മാസം 6-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നും ഇതിന്റെ രേഖകൾ ഹാജരാക്കുമെന്നും വഖഫ് സംരക്ഷണ സമിതിയുടെ നിലപാട് വ്യക്തമാണ്. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞതാണ് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന്. പക്ഷേ ഫറൂഖ് കോളേജ് മാത്രമാണ് അത് മനസ്സിലാക്കാത്തതെന്നാണ് ഇപ്പോഴും ഉയരുന്ന ആക്ഷേപം. കോളേജിന് ഇത് തിരിച്ചടി പിടിക്കുന്നതിന് എന്തൊക്കെയോ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. തിരിച്ചുപിടിക്കാൻ സാങ്കേതിക പ്രശ്നമല്ല വലുതെന്നും വഖഫാണ് വലുതെന്നും സംരക്ഷണ സമിതി ഭാരവാഹിയായ അൽത്താഫ് പറയുന്നു. രാജ്യം തകർന്നാലും സാരമില്ല, ഞങ്ങൾക്ക് വഖഫിനെ വളർത്തണം. വഖഫ് ആവശ്യത്തിനു വേണ്ടിയാണ് ഭൂമി കോളേജ് മാനേജ്മെന്റിന് നൽകിയത്. സിദ്ദീഖ് സേട്ടിന്റെ കുടുംബം അത് ആവർത്തിച്ചു പറയുന്നു. വിറ്റ് തിന്നാനല്ല, വിറ്റ് നിങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കാനല്ല,
നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കോടികൾ സമ്പാദിക്കാനുമല്ല. വഖഫ് ബോർഡ് മെമ്പർമാരുടെയൊക്കെ സമ്പത്ത് സർക്കാർ ഉടനെ തന്നെ വരും. ആ നിയമങ്ങളൊക്കെ ഈടിയിറങ്ങും. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇനിയും ശരിക്കും ജോലി തന്നെയാണ്. വഴിയെ പറയാം. വഖഫ് ട്രൈബ്യൂണൽ തീരുമാനമെടുക്കാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ ഒരു തീരുമാനവും വഖഫ് ബോർഡ് എടുക്കേണ്ടി വരില്ല. കാരണം എന്താണെന്ന് അറിയാമോ? എല്ലാ തീരുമാനവും കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ എന്ത് തന്നെ തീരുമാനം എടുത്താലും ശരി, അതിനൊന്നും വലിയ വാല്യൂ ഉണ്ടാകില്ല. വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു. എന്നാൽ ഈ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകി. വഖഫ് ഭേദഗതി ബില്ല് സംബന്ധിച്ച റിപ്പോർട്ട് പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയുടെ അവസാന ദിവസം നൽകാനാണ് സംയുക്ത പാർലമെന്ററി സമിതിയോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തീയതി മാറ്റണമെന്ന് ഇന്നലെ ചേർന്ന JPC-യുടെ അവസാന യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഈ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കരുതെന്നും ഇനിയും സമയം വേണമെന്നുമാണ് അവരുടെ ആവശ്യം. എന്നാൽ JPC ഇത് തള്ളി. 25 സിറ്റിംഗ് നടത്തിയിട്ടും JPC-യിലെ പ്രതിപക്ഷ അംഗങ്ങൾ ഭേദഗതിയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയുടെ വിശദാംശങ്ങൾ JPC യോഗത്തിൽ സമർപ്പിച്ചെങ്കിലും അത് വിലയിരുത്താൻ പ്രതിപക്ഷം തയ്യാറായില്ല. ബില്ലിന്റെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം എതിർപ്പ് ഉയർത്തിയതോടുകൂടിയാണ് സമവായ നീക്കം എന്ന നിലയ്ക്ക് സംയുക്ത പാർലമെന്റ് സമിതിക്ക് വിട്ടത്. ബില്ല് തന്നെ ഒഴിവാക്കണം എന്ന നിലപാടാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പക്ഷേ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി വഖഫിനെ തളയ്ക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ അനിവാര്യമായിട്ടുള്ള ഒരു കടമയാണ്. അത് അവർ ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഈ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാനും ഏതൊക്കെ ഭൂമി വേണമെങ്കിലും ശരി ഇവർക്ക് ക്ലെയിം ചെയ്യാനും ഒരു റൈറ്റും വേണ്ട, ഒരു എവിഡൻസും വേണ്ട. ഈ നിയമം നിങ്ങളങ്ങ് പള്ളി പറഞ്ഞാൽ മതി എന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും പറയുന്നത്. അതുകൊണ്ട് അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന, മൂക്കിൽ പഞ്ഞി വെച്ചുകൊണ്ടിരിക്കുന്ന വഖഫ് ബോർഡിന് അഡ്വാൻസ് ആയിട്ട് നമുക്കൊരു ചരമദിനം ആശംസിക്കാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതെ രാജുമോൻ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒടുവിലായി അംബാനിയുടെ വീട് വരെ ആർക്ക് സ്വന്തമായി? വഖഫിന് സ്വന്തമായി. ഇതൊക്കെ ആർക്കാണ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നത്? ഇവര് നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാൻ ശ്രമിച്ചതല്ലേ ഇവർക്ക് വിനയായത്? അല്ലേ? ഇന്നലെ ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കേൾപ്പിച്ചിരുന്നില്ലേ? അത് നമ്മുടെ പുലിയാർ സാഹിബ് ഇപ്പോൾ മൂക്കിൽ പഞ്ഞിയും വെച്ച് ICU-ലാണ് കിടക്കുന്നത്. കാരണം വഖഫിന് വേണ്ടി ഘോരം സംസാരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതായിരുന്നു. പക്ഷേ എല്ലാം ചീറ്റിപ്പോയി. ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, നല്ല രൂപത്തിൽ പണിയും കിട്ടി. വഖഫ് ബോർഡിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിരുന്നു നിങ്ങൾക്ക്. എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. കാരണം അതെ, എത്ര കേട്ടാലും അങ്ങോട്ട് മതിയാകത്തില്ല കേട്ടോ. ഇന്ത്യ മുഴുവനും വഖഫിൻ്റെതാണെന്ന് ഇവരുടെ അത്യാഗ്രഹം നോക്കിക്കേ. സാധാരണക്കാരൻ്റെ സമ്പത്ത് കൊള്ളയടിച്ച് ഖജനാവ് വീർപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാ. കാരണം കൊള്ളയടിച്ചുണ്ടാക്കിയതാണല്ലോ ഇതെല്ലാം. പിന്നെ അവർക്ക് കൊള്ളയടിയൊന്നും വലിയ പ്രശ്നമുള്ള സംഗതിയുമല്ല. ഞാൻ ഇന്നലെ കേൾപ്പിച്ചു തന്നിരുന്നു, എന്നാലും നമുക്കൊന്നും കൂടി അതൊന്ന് കേൾക്കാം. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന്. ഇന്ത്യയില് ധാരാളം വഖഫ് സ്വത്താ. 9.4 ലക്ഷം ഏക്കർ വഖഫ് സ്വത്തുണ്ട് ഇന്ത്യയില്. അതിന് ഏകദേശം ആസ്തി കണക്കാക്കിയാൽ 1.25 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട്. 1.25 ലക്ഷം കോടിയുടെ ആസ്തി. സൈന്യത്തിനും റെയിൽവേക്കും അല്ലാതെ അതിനപ്പുറം സ്വത്തില്ല. അതിലാണ് ഇന്ന് പലപ്പോഴും വഖഫ് കയ്യേറിയിട്ട് സർക്കാർ അടക്കം സുപ്രീം കോടതിയെ അന്വേഷിച്ചപ്പോൾ സുപ്രീം കോടതി ഇരിക്കുന്ന വഖഫ് ഭൂമിയിലാണ് അത്രേ. ഇന്ത്യയിലെ സുപ്രീം കോടതിയും പോയി, പാർലമെന്റും പോയി, അംബാനിയുടെ വീടും പോയി, ഹൈക്കോടതിയും പോയി. ഈ സ്വതന്ത്ര ഭാരതം മുഴുവനും വഖഫിൻ്റെതാണ്, വഖഫ് ബോർഡിൻ്റെതാണ്. പക്ഷേ
നല്ല കിട്ടലായിപ്പോയി കേട്ടോ കിട്ടിയത്. ഒരിക്കലും നരേന്ദ്രമോദി ഇങ്ങനെ ഒരു കൊലച്ചതി ഇവരോട് ചെയ്യുമെന്ന് ഇവർ വിചാരിച്ചില്ല കേട്ടോ. പക്ഷേ നരേന്ദ്രമോദിക്ക് ഈ രാജ്യം സംരക്ഷിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് വഖഫ് എന്ന് പറയുന്ന നീരാളികളിൽ നിന്നും ഈ രാജ്യത്തെ സംരക്ഷിക്കണം. നിലവിലെ വഖഫ് നിയമം ഇല്ലാതാകും. വഖഫിന്റെ നിലവിലെ നിയമത്തിന് ഇനി ആയുസ് വെറും മണിക്കൂറുകൾ. പാർലമെന്റിൽ നിയമമാക്കാൻ ബില്ലെത്തിയിരിക്കുന്നു. സുപ്രധാനമായ ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക്. കേരളത്തിലും ഇന്ത്യയിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട വഖഫ് ബോർഡ് അത് നിയമമാകുവാൻ വേണ്ടി പാർലമെന്റിൽ വരിക. ആദ്യം വഖഫ് ബോർഡിന്റെ ഭേദഗതിയായിരുന്നു കൊണ്ടുവരാൻ നരേന്ദ്രമോദി തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വഖഫ് ബോർഡ് തന്നെ നിരോധിക്കണം. കാരണം ഇവര് ഭാഗം വാങ്ങി പോയവരാ. പിന്നീട് നുഴഞ്ഞു കയറി വന്ന് വീണ്ടും ഈ രാജ്യത്തിൽ ഇത്തവണ മുറിക്കണമെന്നല്ല പറയുന്നത്, ആധിപത്യം സ്ഥാപിക്കുവാണിപ്പോൾ. ആദ്യം ഈ രാജ്യം ഭാഗിച്ച് ഞങ്ങൾക്ക് മതത്തിന്റെ പേരിൽ ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞ് ഭാഗിച്ചു പോയി, സമ്പത്തും കൊണ്ടുപോയി. പക്ഷെ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ മാത്രം മതി ഇവിടെ, ഈ സമ്പത്തെല്ലാം ഞങ്ങളുടേതാ. ഞങ്ങളുടെ വാപ്പമാരുണ്ടാക്കിയതാ, തന്തമാരുണ്ടാക്കിയതിലാണ് ഈ രൂപത്തിൽ അധികാരവും അവകാശവും സ്ഥാപിക്കേണ്ടത്. പാർലമെന്റിന്റെ വരാൻ പോകുന്ന സമ്മേളനത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തി സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നത്. മുമ്പ് പാർലമെന്റിന്റെ പാർലമെന്ററി ജോയിന്റ് കമ്മിറ്റി നീട്ടിവെക്കണമെന്നും ഇനിയും കൂടുതൽ അന്വേഷണം വേണം എന്നൊക്കെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുപോലെ പ്രതിപക്ഷത്തു നിന്നും ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇല്ല, നീട്ടുന്നില്ല, നീട്ടിക്കൊണ്ട് പോവുകയില്ല. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ ഇത് വഖഫ് പൊളിച്ചെഴുതും. വഖഫ് 1923 വഖഫ് ബില്ല് നിയമം അത് റദ്ദ് ചെയ്യും. ഇതിന്റെ പരിപൂർണമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. നടപ്പ് പാർലമെന്റിന്റെ സമ്മേളനത്തിൽ 11 ബില്ലുകളാണ് ചർച്ചയ്ക്ക് വരുന്നത്. 11 ബില്ലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഷെഡ്യൂളിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വഖഫ് അമെന്റ്മെന്റ് ബിൽ 2024 മറ്റൊന്ന് മുസ്ലിം വഖഫ് റിപ്പീൽ ബിൽ 2024 അതായത് 1923 വഖഫ് ആക്ട് പരിപൂർണമായിട്ടും റദ്ദ് ചെയ്യുന്നതാണ് ഒരു ബിൽ. മറ്റൊന്ന് വഖഫ് അമെന്റ്മെന്റ് ആക്ട് ആണ്. നിയമത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുടെ അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളൊന്നും നോക്കാം. വഖഫ് ബോർഡിന്റെ ഘടന പൊളിച്ചെഴുതി അമുസ്ലിങ്ങളെ കൂടി വഖഫ് ബോർഡിലേക്ക് പുതിയ നിയമപ്രകാരം നിയമിക്കും. കാരണമായിട്ട് പറയുന്നത് അമുസ്ലിങ്ങളുടെ ഭൂസ്വത്തുക്കൾ ഏറെ വഖഫ് കൈവശം വെക്കുന്നു, അല്ലെങ്കിൽ തർക്കങ്ങൾ ഉന്നയിക്കുന്നു, അമുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നു. ഇത്തരത്തിൽ അമുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ഏറ്റെടുക്കുമ്പോൾ ഇത്തരം ബോർഡുകളിൽ അമുസ്ലിങ്ങൾ ഇല്ലാതെ തന്നെ അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാതെ എങ്ങനെയാണ് വഖഫ് ബോർഡിന് സുതാര്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ അമുസ്ലിങ്ങളുടെ സ്വത്തുക്കളും മറ്റും കെട്ടിടങ്ങളും ഒക്കെ മറ്റും വഖഫ് ബോർഡ് ഏറ്റെടുക്കുമ്പോൾ മുസ്ലിങ്ങൾ അല്ലാത്തവർ കൂടി ഉൾപ്പെട്ട ഒരു വഖഫ് ബോർഡിൽ അതുകൊണ്ട് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്കും ജീവിക്കണമല്ലോ, അവരുടെ സമ്പത്ത് സുരക്ഷിതമായിരിക്കണമല്ലോ. വിശ്വാസികളുടെ സമ്പത്തും മതി പടച്ചോനെ. മുസ്ലിങ്ങൾ അങ്ങോട്ട് കൊടുത്താ മതി. മുസ്ലിങ്ങൾ കൊടുത്തോ, മുസ്ലിങ്ങൾ വാങ്ങിച്ചോട്ടെ. എന്തിനാ കാഫിറുകൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ ഈ ഒരു വിഷയത്തോടു കൂടി പാലക്കാട് BJP കയറുമെന്ന് ഉറപ്പായി. ഒന്ന്, കേരളത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒരു ഐക്യം രൂപപ്പെട്ടു. കാരണം പാലക്കാട് ആയിരക്കണക്കിന് മുസ്ലിങ്ങളാണ് ഈ വഖഫിനെ എതിർക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്, ചിന്തിക്കുന്ന നല്ല ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഈ വഖഫിന്റെ കൊള്ളയടിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഇവർ ഇത്രയും കാലവും എല്ലാ മനുഷ്യരെയും നോക്കുകുത്തികളാക്കി പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പണിയെടുക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ആ ഒരു യാഥാർത്ഥ്യവും കൂടി മറനീക്കി പുറത്തു വരുമ്പോൾ നരേന്ദ്രമോദിക്ക് കോടിക്കണക്കിന് പണമുണ്ടാക്കി, കോടാനുകോടികളുടെ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയിട്ട് ഒന്നും മാറ്റി വെക്കാനില്ല. അതുകൊണ്ട് ഈ രാജ്യത്തെ കൊള്ളയടിക്കാത്ത നേതാവ് എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം. കേരളത്തിലെ ഒരു മന്ത്രിയുടെ കണ്ണടയ്ക്ക് 35 ലക്ഷം രൂപ എഴുതി വാങ്ങിയ, മകളുമായി ഭാര്യയുമായി പർച്ചേസിങ്ങിനു വേണ്ടി പോയിട്ട് 24 ലക്ഷം രൂപ ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്ക് പർച്ചേസിങ്ങിനായി. ഒരു ഇന്നോവ കാറിൽ കറങ്ങി നടന്നതിന്റെ പേരിൽ ലക്ഷങ്ങൾ. എന്തേ ഒരു കാറ് വാങ്ങിക്കാമായിരുന്നില്ലേ എന്ന് വരെ പ്രതിപക്ഷം ചോദിക്കേണ്ടുന്ന രൂപത്തിൽ സാധാരണക്കാരന്റെ നികുതി പണം ധൂർത്തടിച്ചു തീർത്തു. പറയണം, ഒരു നാണയത്തുട്ടെങ്കിലും പേഴ്സണൽ ആവശ്യത്തിന്, ചികിത്സിക്കാൻ, കണ്ണടയ്ക്കു വേണ്ടി, തുണിക്കു വേണ്ടി, നിങ്ങൾ കളിയാക്കുന്ന മഷ്റൂം തിന്നുന്നതിനു വേണ്ടി നരേന്ദ്രമോദി പൊതു ഖജനാവിൽ നിന്ന് എടുത്തിട്ടുണ്ടോ? ഇല്ല. 0. ചികിത്സാ ചെലവ് പബ്ലിക്കിൽ നിന്ന് എടുത്തത് 0.
എന്തുകൊണ്ടാണ്? പാർട്ടിയല്ല പ്രശ്നം. നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, വികസനത്തിനു വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, സാമ്പത്തികമായി ഈ രാജ്യത്തെ ഉയർത്തുന്നതിനു വേണ്ടി എത്ര കാലം അധ്വാനിക്കുന്നു, അത്രയും കാലം ആ വ്യക്തിയുടെ ഈ രാജ്യത്തോടുള്ള സേവനം മനസ്സിലാക്കി എന്നെ പോലെ കൂടാനുകൂടി ആളുകൾ അതിനോട് ഒരുമിച്ച് നിൽക്കും, കട്ടയ്ക്ക് നിൽക്കും. അല്ല പ്രേമരാജൻ, അവർ മദ്രസകളിൽ നിന്ന് പഠിച്ചതാണ് ആ വൃത്തികെട്ട രൂപത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള പ്രാക്ടീസ്. നമ്മൾ വിചാരിച്ചുള്ളത് മാറത്തില്ല, അവരങ്ങനെ പരിശീലിച്ചു പോയതാണ്. അവര് ഉമ്മയെ നോക്കിയാലും കൊള്ളാലോ ചരക്കേ എന്ന് വിളിക്കും. അവരങ്ങനെയാണ്, അവരുടെ രീതികൾ അങ്ങനെയാണ്. പോട്ടെ. അജേഷ് താമസിച്ചോ? അതെ, അവർക്ക് അതേ അറിയൂ. അജേഷ് താമസിച്ചോയോ? റെനി നേരത്തെ വന്നു തോന്നുന്നല്ലേ? ഓക്കെ. കണ്ടോ, നമ്മളിപ്പോ പറഞ്ഞു തീർന്നതേ ഉള്ളൂ. ഇവർക്കൊക്കെ ഇതേ അറിയത്തുള്ളൂ. കേരള ലൈറ്റ് വന്നാണ്ട. ഇതാണ് മദ്രസയിൽ നിന്ന് ഇവരെ പഠിപ്പിച്ചു വിടുന്നതും വീട്ടിൽ പോയി ഉമ്മയോടും പെങ്ങളോടും പറയണമെന്നും ഇതാണ്. മറയും നമ്മുടെ പേഴ്സണൽ നമ്പറിലൊന്ന് പറയണേ. ഷിപ്പിലല്ലേ ജോലി? എനിക്കൊരു കാര്യം ചോദിക്കാനാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ലൈവിൽ കാണാം. നന്ദി. ഞാൻ ഈ സന്തോഷ വാർത്ത, ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു വാർത്തയാണ്. വഖഫ് ബില്ല് വലിച്ച് കീറി ഇവന്റെ ഒക്കെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഇന്നാ പുതിയ ബില്ല് എന്ന് പറയണം നരേന്ദ്രമോദി. ഇന്നലെ അമിത്ഷാ പറഞ്ഞു ഭേദഗതി ബില്ല് പാസ്സാക്കുമെന്ന് പറഞ്ഞത് ഞങ്ങളാണ്, അത് പാസ്സാക്കിയിരിക്കും, അത് പാസ്സായിരിക്കും. അല്ല, ടോം തോമസ് എന്തെന്നറിയാമോ? മദ്രസ തല മുതൽ ആയെന്തു ഇവർ കാണുന്നത് ഉസ്താദന്മാർ കുട്ടികളെ കയറി പിടിക്കുന്നതും പിടിച്ച് കമിഴ്ത്തി കിടത്തുന്നതും ഇതൊക്കെയാണല്ലോ കണ്ടു പഠിച്ച് വളരുന്നത്. തന്നെയുമല്ല, ഉസ്താദന്മാർ വന്ന് അടുത്തിരുന്നിട്ട് ചെറിയ കുട്ടികളുടെ ഉടുപ്പിനകത്തൂടെ കൈയിട്ട് ഞെരടുന്നതും തൊടുന്നതും കാണും. ഇതൊക്കെ കണ്ടി ലൈംഗിക വൈകൃതങ്ങൾ കണ്ടാണ് മദ്രസകളിൽ മുതൽ ഇവർ വളർന്നു വരുന്നത്. പിന്നീട് കുറെ വളർന്നു കഴിഞ്ഞാൽ ഇവരിൽ നിന്നും ആ ലൈംഗിക വൈകൃതം മാറുമോ? ഇല്ല. ഈ ഉസ്താദല്ലേ ചെയ്യുന്നത്, അപ്പൊ പിന്നെ അത് തെറ്റൊന്നും ആയിരിക്കില്ല. ഇത് ഇവരിൽ രൂഢമൂലമായിട്ടുണ്ട്. പിന്നെ എന്നെ പോലെ റയറായിട്ടുള്ള ചില പീസുകൾ മാത്രം കല്ലും നെല്ലും തിരിച്ചറിഞ്ഞ് നെല്ലിനോടൊപ്പം നിൽക്കാൻ സാധിക്കും. പതിരിനെ വേർതിരിച്ചു മാറ്റി നിർത്താനും സാധിക്കേ. സത്യം പറയുമ്പോൾ വെറുക്കുകയാണെങ്കിൽ അങ്ങ് വെറുത്തോട്ടടാ, കുഴപ്പമില്ല. എന്നെ മറ്റുള്ളവർ വെറുക്കുന്നത് കൊണ്ട് നീ ഇത്രയും സങ്കടപ്പെടണ്ട കേട്ടോ. രുദ്രയ്ക്ക് കപ്പലിലൊരു ജോലി വേണമെന്ന് മറയും. രുദ്ര നമ്മുടെ സ്വന്തം ആളാണ്. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. നന്ദി. ടോം തോമസ്, താങ്ക് യു. ബൈ ബൈ. നന്നായതല്ല അഭിലാഷ്, നമ്മൾ കുറേ പേരെ ബ്ലോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് കാക്കാമാരെ.